ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കിയെടുത്ത പോട്ടിംഗ് മിക്സ് വെച്ച് ഫലവൃക്ഷ ചെടികളിൽ എങ്ങനെ എയർ ലെയറിംഗ് നടത്താം എന്നുള്ളൊരു വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കഷ്ണം സ്ക്വയറായി കട്ട് ചെയ്തെടുത്ത് ലെയറിങ്ങിന് ആവശ്യമായ പോട്ടിംഗ് മിക്സ് എടുത്തു വയ്ക്കുക. ടെറസിന് മുകളിൽ വളർത്തുന്ന ഹൈബ്രിഡ് റൂബി അഥവാ റെഡ് ലോഗൻ ഫ്രൂട്ട് പ്ലാന്റിലാണ് എയർ ലെയറിംഗ് ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശാഖയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ശാഖയുടെ അറ്റത്തു നിന്നും 15 സെൻറ്റിമീറ്റർ താഴെ, ഒരു മുട്ടിന് താഴെ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ കത്തി കൊണ്ട് ഇതേപോലെ വരഞ്ഞ് അതിൻ്റെ തൊലി മാറ്റിയിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് ഇതേപോലെ പൊതിഞ്ഞ് കെട്ടുക. വെള്ളായണി കാർഷിക കോളേജിലെ കാർഷിക വിജ്ഞാന വ്യാപന വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഒരു ദിവസത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ഫ്രൂട്ട് ക്രോപ്സ് എന്ന വിഷയത്തിൽ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. ഫലവൃക്ഷ ചെടികളിൽ ശാസ്ത്രീയമായി കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത എയർ ലെയറിംഗ് രീതിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ട്രെയിനിങ്ങിൽ പരിശീലിപ്പിച്ചപ്പോൾ കയറുകൊണ്ട് കെട്ടാനാണ് പറഞ്ഞു തന്നത്. ഞാൻ സൗകര്യത്തിന് വേണ്ടി പ്ലാസ്റ്റിക് ടാഗുകൾ ഉപയോഗിക്കുന്നു. ഇനി ഇത് 40 ദിവസം കഴിയുമ്പോൾ വേര് വരികയും അത് മുറിച്ച് മാറ്റി നടുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഫലവൃക്ഷ തൈകളായ തായ്ലാൻഡ് പേര, ഹൈബ്രിഡ് കോട്ടുകോണം മാവ്, തായ്ലാൻഡ് ജാമ്പ, തായ്ലാൻഡ് സപ്പോട്ട, പുളിമരം എന്നിവയിലും ഞാൻ ലെയറിംഗ് ചെയ്തു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗ്രീൻ ലൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.